ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് വരാൽ മേടിക്കാനായിട്ട് കോട്ടയത്ത് നിന്ന് കുടമാളൂർ വരെ പോവുകയാണ്. നമ്മൾ രാവിലെ തന്നെ വിളിച്ചിട്ട് 1 കിലോ മീൻ നേരാക്കിയിട്ട് എടുത്തു വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് സുനിലേട്ടൻ്റെ കട. ചെറിയതാണ്, പക്ഷേ നമുക്ക് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കായൽ മീനുകളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ പോയപ്പോഴത്തേനും അവിടെ ചെമ്മീൻ ഉണ്ടായിരുന്നു, കക്കയുണ്ടായിരുന്നു, പിന്നെ ചേറുമീൻ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഈ കാണുന്ന ഈ ചേറുമീൻ നല്ല ഫ്രഷാണ്, നല്ല ജീവനുണ്ട്. നമുക്ക് അച്ചാറിടാനൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. കണ്ടോ, ഇപ്പോൾ പിടച്ചുകൊണ്ടിരിക്കുകയാണ് ആ മീൻ. നമ്മൾ വെറുതെ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കി. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കിലോളം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ അവിടെ നമുക്കുള്ള മീൻ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കുടമാളൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മളതുമായിട്ട് വീട്ടിലെത്തി ഒരുവിധം ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നുകൂടെയൊക്കെ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഉപ്പിട്ടു. തലയെല്ലാം മാറ്റി വയ്ക്കണം. തല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ചട്ടിക്കകത്തിട്ടിട്ട് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊരു 2-3 പ്രാവശ്യം കഴുകണം, എന്നാലാണ് അത് ക്ലീനായിട്ട് വരുള്ളൂ. അതിൻ്റെ സ്മെല്ലും ആ വഴുവഴുപ്പും എല്ലാം ഒന്ന് പോകണം. അപ്പോഴാണ് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുക. അതിൻ്റെ വാലെല്ലാം മുറിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട്. ചില മീനൊക്കെ ഇച്ചിരി നല്ല ദശയൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതെടുത്ത് കഷ്ണങ്ങളാക്കണം. നമ്മളത് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെല്ലാം വൃത്തിയാക്കി അപ്പോഴേക്കതേ നമ്മുടെ പൂച്ചകൾ വന്നിട്ടുണ്ട്. തല അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കുന്നത് വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് പൂച്ചകൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളത് ഒരുവിധം മുറിച്ച് തീരാനായിട്ടുണ്ട്. ഞങ്ങളിവിടെ വീട്ടിൽ ആദ്യമായിട്ടാണ് മേടിച്ച് വയ്ക്കുന്നത്. നിങ്ങളാരെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഓരോരുത്തരായി വന്നു. അപ്പോൾ ഇതാ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് കഷ്ണങ്ങളാക്കി ചട്ടിക്കകത്തായി. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കറിവേപ്പില വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതെടുക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം പറിച്ച് കൊണ്ടുവരികയാണ്. ഇതേ അപ്പോഴത്തേക്കും വന്ന് പൂച്ചകൾ കരഞ്ഞുകൊണ്ട് അതിലേക്ക് വേണ്ട മസാലകൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. നമ്മൾ കുറച്ച് കുരുമുളക് അധികം ചേർക്കുന്നുണ്ട്. ഈ ആറ്റുമീനായതുകൊണ്ട് കുറച്ച് കുരുമുളകിൻ്റെ ഇത് വരുമ്പോഴത്തേന് ഇച്ചിരി ടേസ്റ്റ് കൂടും. അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സിക്കകത്തോട്ട് ഇട്ട് അരച്ചെടുത്തു. ഇനി അത് നമ്മൾ മീനിലോട്ട് ഇട്ടിട്ട് പുരട്ടിയെടുക്കണം. അതിലോട്ട് ഇടുകയാണ്. മസാലയെല്ലാം ചേർത്ത് ഇനി അതിനകത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഉപ്പും ഇട്ട് കറിവേപ്പിലയും കുറച്ച് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇനി അതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ കുറച്ച് നന്നായിട്ട് പിടിക്കും അതിനകത്തോട്ട്. ഇപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മസാല ഇത്ര പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തോളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേൽ ചെയ്യാം. അതെല്ലാം നമ്മളുടെ പാകത്തിന് ചേർത്ത് വെച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വറക്കാനുള്ള പരിപാടിയിലാണ്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് അതിനകത്തോട്ട് ചേർക്കാം. ഇപ്പോൾ ഏകദേശം അത് പാകമായിട്ട് വരുന്നുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിൽ തന്നെ നമുക്ക് ആയി കിട്ടുന്നുണ്ട് ഈ മീൻ. ഒരുപാടങ്ങ് വേവിക്കേണ്ട, ഒരു ലോ ഇതിൽ വെച്ച് കഴിഞ്ഞാലും ആവുന്നുണ്ട് ഇത്. അപ്പോൾ അത് ഒരുവിധം ആയി. ഇനി നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് അതിൻ്റെ പരുവത്തിന് ആക്കിയെടുക്കണം. നമ്മുടെ വരാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഞാൻ ഹസ്ബൻഡും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആവാനായിട്ടുണ്ട് സമയം. നിങ്ങൾ ഇതുപോലെ ലേറ്റായിട്ടാണോ കഴിക്കാറ് അതോ നേരത്തെ കഴിക്കുന്നവരാണോ? എന്തായാലും ഞങ്ങളിന്നിപ്പോൾ ഈ സമയമായി. അപ്പോൾ നമ്മളിനിപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതാ നമുക്ക് ചോറ്, പിന്നെ മോരുകറി ഉണ്ട്, ചമ്മന്തി, അച്ചാർ, കാബേജ് തോരൻ, പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വരാലും. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്ന്. ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനാണ് പോകുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചോ? ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞ് നല്ല ഉറക്കമായോ? അതോ? ഇപ്പോൾ ഞങ്ങൾ കഴിച്ച് കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.